അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെ കനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോ ജീവിത മാർഗങ്ങളും അത് പലരുടെയും കയ്യിലാണുള്ളത്. എനിക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതിന് ഞാൻ അധ്വാനിക്കണം. എങ്ങനെ അധ്വാനിക്കണം? അത് എൻ്റെ കഴിവ് കൊണ്ടല്ല അത് കിട്ടുന്നത് എന്നൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. നമുക്ക് ഓരോരുത്തൻ്റെയും ഭക്ഷണം അവൻ്റെ സൃഷ്ടാവ് എവിടെ കണക്കാക്കി വെച്ചെങ്കിൽ അവിടെ കണ്ടെത്തുന്നതാണല്ലോ. അപ്പോൾ അത് അന്വേഷിച്ച് തേടി കണ്ടെത്തണമെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന അന്നം, ഭക്ഷണം അത് ഹലാലാവണം എന്ന് പറഞ്ഞാൽ അതിൽ കലർപ്പില്ലാത്ത ശുദ്ധമായതായിരിക്കണം. വളരെ ശുദ്ധമായത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഭക്ഷിക്കാൻ പറ്റുള്ളൂ. കുല്ലുമാനബത്ത ഹലൽ ഹറാമി ഫന്നാറു അവലാലുഹു എന്നാണ് പറഞ്ഞത്. ഹറാമ് തിന്ന് വളർന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അവൻ തീയിലേക്കായിരിക്കും അവൻ്റെ അവസ്ഥ, അവനെ നരകത്തിലേക്കാവും അത് എത്തിക്കാമെന്ന ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. നമ്മുടെ വാക്കുകൾ അതെന്തായിരിക്കണം? വിശ്വാസയോഗ്യമായതായിരിക്കണം. ഒരാളോടും നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. നമ്മളെ സംസാരം കൊണ്ട്, സംസാരത്തിനെ പറ്റി പറഞ്ഞെന്താണ്, അത് ഒരാളെ നമ്മളെന്താണ് വാള് കൊണ്ട് വെട്ടിയാൽ ആ മുറിവ് കൂടും. നേരെ മറിച്ച് നാവ് കൊണ്ടുള്ള മുറിവ് ഒരിക്കലും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ ജീവിതം, ഇപ്പോൾ റമദാനാണല്ലോ അടുക്കുന്നത്, അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളെ ക്ലിയറാക്കണം. ഇപ്പം നമ്മൾ സംഘടനാ രംഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടുകൂടായ്മയും അങ്ങോട്ടും വെറികളും എത്രത്തോളം എന്ന് വെച്ചാൽ അവനല്ലാത്തവർ മുഴുവനും പയച്ചു പോയവരാണെന്നുള്ള വിശ്വാസത്തിലാണ് ഓരോരുത്തരും, ഓരോ സംഘങ്ങളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം, അവരിവിടെ കേരളത്തിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താണ് വലിയ ഈ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ജനങ്ങളൊന്നായിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാവരും ഇവരെങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണ് പാവപ്പെട്ട ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കം വിളിച്ചു വരുത്തിയിട്ട് അവർ ഈ സമ്മേളനത്തിൽ നിന്ന് ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെ വിശ്വാസമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ആളുകൾ, അവർ തിരിഞ്ഞു നിൽക്കുന്ന കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവർ, അവരെ ബാങ്ക് പോലെ ബാങ്ക് കൊടുക്കുന്നത്, ഈ മനുഷ്യന്മാരെ പറ്റി അവർക്ക് സുന്നികളെന്ന് പറയും. ഈ സുന്നികൾ ഇവിടെ നമ്മളെ മതത്തിൽപ്പെട്ടതല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവർ വിളിച്ചു വരുത്തി ജനങ്ങളെ കൂട്ടിയതൊക്കെ എന്താക്കി, അവസാനം നേരം വെളുത്ത് വൈകുന്നേരമോളം എന്ത് ചെയ്തു, വെള്ളം മുക്കി അവസാനം ആ വെള്ളത്തിൻ്റെ പാനിയിട്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ ഇവരെ പ്രയത്നം മുഴുവനും എന്തായി, ഒന്നുമല്ലാതായില്ലേ. നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ, നമ്മൾക്ക് ബുദ്ധി പഠിച്ചത് എന്താണ്? ഖുർആനിൽ തന്നെ പല സ്ഥലത്തും ചോദിക്കുന്നുണ്ട്, നീ ചിന്തിക്കുന്നില്ലേ, നീ നോക്കുന്നില്ലേ, ഇന്നതൊക്കെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്ത തട്ടി ഉണർത്തുന്ന വാചകങ്ങളാണ് ഖുർആനിലുള്ളത്. ഇത് ഖുർആനിൻ്റെ ഓരോ ഘടന നമ്മളിങ്ങനെ നോക്കിയാൽ, പരിഭാഷ നോക്കിയാലേ കിട്ടും കേട്ടോ. അതിൻ്റെ ഘടന നോക്കിയാൽ, അതിൻ്റെ ഓരോ വാചകങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മനുഷ്യൻ്റെ ഹൃദയത്തെ തട്ടി ഉണർത്തും. നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്ന മാത്രമല്ല, നമ്മളെ സ്നേഹിതന്മാരെ നമ്മളിലേക്ക് അടുപ്പിക്കും. മുസ്ലിം ആവട്ടെ അവരെ നമ്മളിലേക്ക് അടുപ്പിക്കും, അവരെ നമ്മൾ ചേർത്ത് പിടിക്കും. എന്നാൽ മുസ്ലിമികൾ അവിടെ വെച്ച് കണ്ടാലും കൊല്ലണം നിങ്ങൾ ഖുർആനിലില്ല എന്ന്, അങ്ങനെ ഖുർആനിലില്ല. മുശ്രിക്കീങ്ങളോ കൊല്ലണം എന്ന് ഖുർആനിലില്ല. പക്ഷേ ഉണ്ടായിരുന്നത് എന്താണ്, യുദ്ധവേളയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സമയത്ത് യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളണ സമയത്ത് നമുക്ക് ഈ മുസ്ലിമീങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഓർഡർ വരണം. ആ സമയത്തേക്ക് മാത്രം ബാധകമുള്ളതാണ്. അതിൻ്റെ ശേഷം എന്താണ്, വിധി ദുർബലമാണ്. ഈ ബാലപാഠം ഈ നമ്മുടെ സഹോദര സമൂഹങ്ങൾക്ക് കുറച്ച് ആളുകൾക്കൊക്കെ അറിയാത്തതുണ്ട്, ഭൂരിപക്ഷം ആളുകൾക്കും അറിയാം. എന്നാൽ ഇതിവിടെ തിരി കത്തിച്ച് കയറ്റിവിടുന്ന യുക്തിവാദികൾ.
യുക്തിവാദികൾ എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? അവരെ മതത്തിലേക്കല്ല ക്ഷണിക്കുന്നത്, അവരെ നിരീശ്വരത്തിലേക്ക്, അല്ലല്ല ദൈവമല്ല എന്നുള്ള വിശ്വാസത്തിലേക്ക്. അങ്ങനെ ഇവർ ചെന്നെത്തിക്കുന്നത് ഒടുക്കാണെന്ന് നിങ്ങൾക്കറിയോ? ഏറ്റവും മോശമായ ഒരു മാതാപിതാക്കളില്ല, ജ്യേഷ്ഠാന്മാരില്ല, ഒന്നുമില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്, ബഹുമാനമില്ല, പരസ്പര ബഹുമാനമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് അവർ ചെന്നെത്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യേണ്ടത്, ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്, ഞാൻ ക്ലിയറാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവണം. എങ്ങനെ ക്ലിയറാണ്? ഞാൻ കാരണമായിട്ട് ഒരാൾക്കും ഒരു ദ്രോഹം ഉണ്ടാവരുത്. എൻ്റെ നാവ് മറ്റുള്ളവരെ ഉറപ്പിക്കാനോ മറ്റുള്ളവരെ ദ്രോഹം ചെയ്യാനോ എൻ്റെ നാവ് ഉപയോഗിക്കില്ല. എൻ്റെ കൈ നല്ലതിനല്ലാതെ ഉപയോഗിക്കില്ല. എൻ്റെ ഓരോ അവയവങ്ങളും ഒരാളെയും ഞാൻ എൻ്റെ കൈ കൊണ്ട് ആക്രമിക്കില്ല എന്നൊരു ചിന്ത, ഈ ദൃഢത നമ്മളുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ അവസ്ഥ എത്ര ഉള്ളൂ നിറങ്ങൾ ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ, നമ്മളെ ഈ നിറയുന്നൊരു ശ്വാസം അങ്ങോട്ട് അടിയിലെത്തി, ഇങ്ങോട്ട് മുകളിലേക്ക് പോയ ശ്വാസം അടിക്ക് പറഞ്ഞാൽ തീർന്നു. നമ്മളെല്ലാ ഹുങ്കലും മറ്റുള്ള എല്ലാം വാരിക്കൂട്ടണം എന്ന് കരുതിയാണ്ട് നിങ്ങൾ നട്ടോട്ടോടിയിട്ട് അവസാനം കിട്ടുന്നതൊക്കെ എന്താക്കി, വാരിക്കൂട്ടി കുറേ കൂമ്പാരമാക്കി വെച്ചു. രാത്രി കടന്നുറങ്ങി, നേരം വെളുത്തിട്ട് ഉണരുന്നില്ല. ഇതൊക്കെ മറ്റുള്ളവരുടേതാണ്. മനുഷ്യൻ പറയും എൻ്റെ സ്വത്ത് എന്ന്. അവന് ഇട്ടുകൊടുത്ത വസ്ത്രങ്ങളും അവൻ ഭക്ഷിച്ചതും ഓൻ്റെതെന്ന് പറയാം, മറ്റൊക്കെ മറ്റുള്ളവരുടേതായി മാറും. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉൾക്കാഴ്ചയുള്ളവരായി നമ്മൾ ചിന്തിച്ച് നല്ല രൂപത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പം അവൻ്റെ സഹോദരനാണെന്നുള്ള നിലയ്ക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരെയും സഹായിച്ച്, ഒരു വിഷമത്തിലെത്തിയാൽ അവരെ സഹായിച്ച്, എന്തെങ്കിലും ബുദ്ധിമുട്ടി നമ്മളോട് വന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുന്നത് ഒന്നിനും കൊടുക്കാൻ കഴിയൂലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞെങ്കിലും വിടണമെന്നാണ്. ഒരാളും നമ്മളെ മോശമാക്കാൻ പാടില്ല. നമ്മളെ വീട്ടിലേക്ക് യാചിച്ച് വരുന്ന ആളുകൾ എവിടെ എന്താണ് ഈ ഓരോ വീട്ടിൻ്റെയും വാതിൽക്കൽ എഴുതി വെച്ചേക്കാണ്, യാചകർ സൂക്ഷിക്കണം, ഇവിടെ നായുണ്ട് എന്ന്. ഇല്ലാത്ത വീടുകളിൽ എന്താണ്? അപ്പോൾ ഒന്നിനും കഴിയാത്ത ആളുകളങ്ങനെ യാചിക്കാൻ വരിക. അതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഈ എന്തുണ്ടാവും? ഒറിജിനൽ അല്ലാത്തവരുണ്ടാവും, വളരെ മോശപ്പെട്ടവരുണ്ടാവും എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. പക്ഷേ അങ്ങനത്തെവരെ നമുക്ക് തിരിച്ചറിയുള്ള മാർഗങ്ങളൊക്കെ ഒന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് പരസ്പരം സ്നേഹിച്ച് സാഹോദര്യത്തോടു കൂടി ജീവിക്കാനും, എന്നിട്ട് നമ്മളിലുള്ള ഈ സ്ഥിതി മരിക്കുന്നത് വരെ ഇവിടെ നിലനിർത്താനും നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും.